ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ലക്കി മം സ്റ്റോറീസ് നിന്ന് അഫിയാണേ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഫ്രൈഡേ 2 o'clock കറക്റ്റ് നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് അൽഹംദുലില്ലാ വരാൻ പറ്റി. ഇന്ന് ഈ കാണുന്ന മെറ്റീരിയൽ കൊണ്ട് ഒരു ടോപ്പ്, ഒരു വെറൈറ്റി ടോപ്പ്, കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ടോപ്പ് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കസ്റ്റമറാണ് കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് വന്നാലും ഒക്കെ ക്ഷമിച്ച് പുതിയ പുതിയ ഡിസൈൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, എനിക്ക് ഫസ്റ്റ് തന്നെ ഓർഡർ കിട്ടിയ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കസ്റ്റമർ കൊണ്ടു തന്ന ഒരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ കൊണ്ട് അവർ പറഞ്ഞ മോഡലിൽ ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഈ കാണുന്ന പ്ലെയിൻ മെറ്റീരിയൽ ലൈനിങ്ങും മറ്റേ വർക്ക് മെറ്റീരിയലാണ് മെയിൻ ക്ലോത്തുമായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലൈനിങ് കൊണ്ട് ഞാനൊരു യോക്ക് കട്ട് ചെയ്തെടുത്ത് ശേഷം ഞാൻ പറഞ്ഞില്ലേ മെയിനായിട്ട് വരുന്നത് ഈ വർക്ക് മെറ്റീരിയലാണ്, മറ്റേത് ലൈനിങ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ വർക്ക് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പ്ലീറ്റ്സും ഒക്കെ വന്നിട്ടൊക്കെയാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ സ്ലീവിന് ലാസ്റ്റ് മെറ്റീരിയൽ തികയാതായി പോകുന്നതിനും സ്ലീവ് അങ്ങ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ളതൊക്കെ നമുക്ക് ടോപ്പിലേക്ക് ആഡ് ചെയ്യാനും പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു യോക്കിൻ്റെ സ്ലീവ് ഇതില്ലേ റൗണ്ട്, അത് വെച്ചിട്ട് നമുക്ക് സ്ലീവ് ആവശ്യത്തിനുള്ള ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ സ്ലീവ് കട്ടിങ് അതാ നടക്കുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചോളിട്ടോ. അപ്പോൾ ലെങ്ത്തിനനുസരിച്ചുള്ള മെറ്റീരിയൽ ആദ്യം 4 ഫോൾഡിൽ മടക്കി ലെങ്ത്ത് ഒന്ന് ചെക്ക് ചെയ്ത് അതിനുശേഷം ടോപ്പ് യോക്ക് കട്ട് ചെയ്തില്ലേ ആ പീസ് എടുത്തിട്ട് നമുക്ക് ആ കർവൊക്കെ എങ്ങനെ കറക്റ്റ് വരച്ചത് എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കസ്റ്റമർ ഏതൊരു മോഡലാണെങ്കിലും ധൈര്യത്തിൽ എനിക്ക് കൊണ്ടുത്തരുകയും ചെയ്യും, എനിക്ക് ധൈര്യത്തിൽ എടുക്കാനും പറ്റുന്നൊരു കസ്റ്റമറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ എനിക്ക് ധൈര്യം തന്ന് ഓർഡർ തന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെറൈറ്റി ഡിസൈനുമായിട്ടാണ് ആൾ വരിക. അപ്പോൾ ഞാൻ ധൈര്യത്തോടെ ഇങ്ങനൊരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യത്തിൽ എടുക്കാനും പറ്റുന്നതുകൊണ്ട് എനിക്ക് വെറൈറ്റി മോഡൽ പരീക്ഷിക്കാനും പറ്റാറുണ്ട്. അല്ലാതെ നമുക്കാണല്ലോ വെറൈറ്റി പരീക്ഷിക്കുക. പക്ഷേ നമുക്ക് വെറൈറ്റി പരീക്ഷിക്കുമ്പോൾ അത്ര തന്നെ ശ്രദ്ധയിൽ ചെയ്തെന്ന് വരില്ല. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാനും മോൾക്കാണെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കൊന്നും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മളങ്ങനെ കണ്ണുപൂട്ടിയാണല്ലോ ചെയ്യുക. അതേ സ്ഥാനത്ത് ഒരു കസ്റ്റമറുടേതാവുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു സീരിയസ്നെസ്സിലാണ് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കസ്റ്റമേഴ്സ് തന്നെ വെറൈറ്റി മോഡലുമായിട്ട് വരുന്നതും അതെനിക്ക് ഏറ്റെടുക്കാനും പറ്റുന്നതുകൊണ്ട് തന്നെ നല്ലൊരു അനുഗ്രഹമാണത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു മോഡൽ ഡിസൈനിങ് ഉള്ളൂ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ കറക്റ്റ് അളവ് എങ്ങനെയാണെന്നും അതിൻ്റെ ഞാൻ പാറ്റേൺ എങ്ങനെ ചെയ്യുന്നതോ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു പേപ്പറിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം. അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഡ്രസ്സിന് നോർമൽ സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ് ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ മെറ്റീരിയൽ ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സ്ലീവിന് ഇതാ സെൻറ്ററിൽ നോച്ചസൊക്കെ കൊടുത്ത് സ്ലീവ് മെറ്റീരിയൽ മാറ്റി വെക്കാം. അതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒന്ന് ലെവൽ ചെയ്ത് ആ ഡിസോർഡറിലുള്ള ആ മെറ്റീരിയലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ മെറ്റീരിയൽ നല്ല നൈസ് കോട്ടൺ കേട്ടോ. അതേപോലെ ലൈനിങ് ആയാലും നല്ലൊരു കോട്ടനാണ്.
കോട്ടൺ ഡ്രസ്സിനോട് ഇഷ്ടമുള്ള ആളാണ് നമ്മളെ ഈ കസ്റ്റമർ. അപ്പോൾ എല്ലാ മെറ്റീരിയലും കോട്ടൺ തന്നെയാണ് എനിക്ക് കൊണ്ടുതരാറ്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഒരു പിടിച്ചാൽ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് കട്ടിങ് ആയാലും സ്റ്റിച്ചിങ് ആയാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാനും പറ്റും. പിന്നെ മോഡലുകളാണ് പ്രശ്നം. മോഡലുകൾ പല വെറൈറ്റികളായിരിക്കും. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ, അതും ഒരു രസമാണല്ലോ. അങ്ങനെ ഈ മോഡൽ പ്രിൻസസ് കട്ടാണ് വരുന്നത്. യോക്ക് ഞാൻ ഒരു ലൈനിങ് മെറ്റീരിയൽ പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്ത് എടുത്ത്, സത്യം പറഞ്ഞാൽ പേപ്പറിൽ മാർക്ക് ചെയ്തൊരു പാറ്റേൺ സെറ്റാക്കിയതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ. അങ്ങനെയാണ് ഞാൻ പഠിച്ചതും. നമ്മൾ ഏതൊരു ഡ്രസ്സാണെങ്കിലും പേപ്പറിൽ പാറ്റേൺ ചെയ്തതിന് ശേഷം മെറ്റീരിയലൊക്കെ നല്ല അയൺ ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. പക്ഷെ ഞാനിത് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിൻസസ് കട്ടിൻ്റെ അപ്പുറത്തെ ആ പോർഷനാണ് ആ മെയിൻ ക്ലോത്തില്ലേ വർക്ക് മെറ്റീരിയൽ അതിൽ വേണ്ടത്. അതിനോട് കൂടെ തന്നെ സെൻറ്ററിൽ പ്ലീറ്റ്സും വരുന്നുണ്ട്. ആ പോർഷനാണ് ഇവിടേക്ക് നീണ്ട് നിൽക്കുന്നത്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡും വേറൊരു മോഡലാണ്. യോക്കിൽ ഓപ്പണിങ് കൊടുത്തിട്ട് ഓപ്പണിങ് ക്ലോസ് ചെയ്തിട്ട് ബട്ടൺ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓപ്പണിങ് കൊടുത്തിട്ട് സെൻറ്ററിൽ പ്ലീറ്റ്സൊക്കെ വന്നിട്ട് സ്ക്വയറിൽ യോക്ക് പോർഷൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ, സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല, ലേശൊരു ചെരുവിൽ. അപ്പോൾ ഇങ്ങനെ ഓപ്പണിങ് കൊടുത്തിട്ട് സെൻറ്ററിൽ പ്ലീറ്റ്സ് വന്നിട്ടാണ് ഈ ബാക്ക് സൈഡ് വരുന്നത്. ഫ്രണ്ടിൽ കുറച്ചുകൂടെ വേറൊരു രീതിയിൽ വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ബാക്ക് സൈഡ് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നുമില്ല. ഞാനിത് കുറച്ച് മുന്നേ ചെയ്ത് വെച്ചതായിരുന്നു. വീഡിയോ യൂട്യൂബിലിടണം വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് ചിലതൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിസൈനിങ് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരിക. സെൻറ്ററിൽ ഇങ്ങനെ സ്ക്വയർ പീസ് വന്നിട്ട് പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന മോഡലൊക്കെ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. വെറൈറ്റി മോഡൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മളെ ഫ്രണ്ട് സൈഡ് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ലൈനായിട്ട് ആ മെറ്റീരിയലിൽ വരുന്ന വർക്ക് ത്രെഡ് വർക്കില്ലേ അതിൻ്റെ അതേ കളേഴ്സ് ത്രെഡ് എടുത്തിട്ട് ലൈനായിട്ട് കൊടുത്തതാണ് യോക്കിൽ കേട്ടോ. ഡിസൈനായിട്ട് ആ പ്ലെയിൻ മെറ്റീരിയൽ അങ്ങനെ യോക്ക് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പുറത്തെ സൈഡ് പ്രിൻസസ് കട്ടിൻ്റെ രണ്ട് സൈഡും അങ്ങനെ കൊടുത്തത്. ഇത് ഞാൻ ഒരബദ്ധം ചെയ്തതാണ്. ബോബിനിലൊക്കെ എല്ലാ കളറും ചുറ്റി. എനിക്ക് ഫ്രണ്ടിൽ വേണ്ട ഈ ഡിസൈൻ ലൈനും കൊടുത്തില്ലേ, ശരിക്കും ബോബിൻ ബാക്ക് സൈഡ് പിങ്ക് മാത്രം കൊടുത്താൽ മതി. ഫ്രണ്ടിലെ നൂലാണ് നമ്മൾ മാറ്റിക്കൊണ്ട് ഇരിക്കേണ്ടത്. ഓരോരോ ലൈൻ ഇങ്ങനെ ഇടവിട്ട് ആദ്യം ഞാൻ യെല്ലോ ചെയ്തെടുത്തതിന് ശേഷം പിങ്ക് ചെയ്തെടുത്ത് ഇടവിട്ട് ഒന്നിടവിട്ട് അങ്ങനെ ഡിസൈൻ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ത്രെഡ് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എല്ലാ ബോബിനും ആദ്യം ചുറ്റിയെടുത്ത്, അത് വെറുതെ ആയി. ഇത് പിന്നെ നമ്മളെ ബാക്ക് സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ ഓപ്പണിങ് വേണമെന്ന്, അതിനുള്ളതാണ്. അങ്ങനെ നമ്മളെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അതൊക്കെ അറ്റാച്ച് ചെയ്തെടുത്ത് ഞാൻ കണ്ടോ, പ്രിൻസസ് കട്ടിൻ്റെ ആ യോക്ക് പോർഷൻ അറ്റാച്ച് ചെയ്തെടുത്ത്. അത് ബാക്ക് സൈഡാണെങ്കിൽ ഓപ്പണിങ് സ്റ്റൈലും ആണല്ലോ. അപ്പോൾ ഇതൊക്കെ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് നീറ്റായി വന്നിട്ടില്ലെങ്കിലും ഇതാണ് ബാക്ക് സൈഡ്. ബാക്ക് സൈഡിൽ ഇനി ഷോ ബട്ടന് കൊടുക്കാനുണ്ട്. ബട്ടൺ ജസ്റ്റ് ഷോക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്പണിംഗ് ഇല്ല കേട്ടോ, ഞാൻ ക്ലോസ് ചെയ്തതാണ്. അങ്ങനെ നമ്മളെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് പറയണേ, കമൻറ്റ് എന്തായാലും ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണേ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ പറയൂ കേട്ടോ.